മകരജ്യോതി ദർശനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശബരിമല സന്നിധാനത്ത് പർണശാലകൾ ഉയർന്നു തുടങ്ങി. 300ഓളം പർണശാലകളിലായി ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് മകരവിളക്കും ജ്യോതിയും കാണുന്നതിനായി സന്നിധാനത്തിന്റെ വിവിധ മേഖലകളിൽ തമ്പടിച്ചിരിക്കുന്നത്. മകരവിളക്ക് ദിവസം അയ്യപ്പ ദർശനത്തിനും മകരജ്യോതി കണ്ടു തൊഴുന്നതിനും വേണ്ടിയാണ് അന്യസംസ്ഥാന തീർത്ഥാടകരടക്കം സന്നിധാനത്തിന്റെ വിവിധ മേഖലകളിൽ തമ്പടിച്ചിരിക്കുന്നത്. പർണശാലകൾ തീർത്താണ് ഇവരോരോരുത്തരും സന്നിധാനത്ത് താമസിക്കുന്നത്. സന്നിധാനത്തെ കാടും മരക്കൊമ്പുകളും കൊണ്ടാണ് ഭൂരിഭാഗം പർണശാലകളും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി മകരവിളക്ക് ദർശനത്തിന് ശേഷം മാത്രമാകും ഇവരെല്ലാം മലയിറങ്ങുക. അതുവരെ കാട്ടിനുള്ളിൽ സ്ഥാപിച്ച പർണശാലകളിൽ ഭജന ചൊല്ലിയും അന്നദാനം നടത്തിയുമാകും തീർത്ഥാടകർ കഴിയുക. இங்கே வந்து ஒரு 4 நாள் 3 நாள் இங்கே தங்கியிருந்து தரிசனம் பார்த்துட்டு போனால் என் குடும்பத்தில் எந்த கஷ்டங்களும் இருக்கிறது இல்லை சாமி. நல்லா அடுத்த வருஷம் வரைக்கும் സീരും ചെറുപ്പமாக സെൽവാക്കുമായി ഇരിക്കാം സ്വാമി. ഗുരുസ്വാമിമാരുടെ നേതൃത്വത്തിലാണ് ഇത്തരം സംഘങ്ങൾ കൂടുതലും വരുന്നത്. ഇവർ കൂടുതലായി തമ്പടിച്ചിരിക്കുന്നത് പാണ്ടിത്താവള മേഖലയിലാണ്. ഇന്നും നാളെയുമായി കൂടുതൽ തീർത്ഥാടക സംഘങ്ങളാകും ഇവിടങ്ങളിൽ പർണശാലകൾ സ്ഥാപിക്കാനെത്തുക. പർണശാലകൾ ഉയർന്നു കഴിഞ്ഞു. ഇനി കാത്തിരിപ്പിൻ്റെ സമയമാണ്. ക്യാമറാമാൻ ഷമീർ പത്തനാപുരത്തിനൊപ്പം എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, സന്നിധാനം.